നമസ്തേ. 1947 ഇന്ത്യ സ്വതന്ത്രമാകും എന്ന ഘട്ടം വന്നപ്പോൾ തങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് ഹിന്ദുക്കളുടെ കൂടെ അവരുടെ ഭരണത്തിന് കീഴിൽ കഴിയാൻ പറ്റില്ല. തങ്ങൾക്ക് തങ്ങളുടേതായ പ്രത്യേക രാജ്യം വേണം, ഒരു മുസ്ലിം രാജ്യം വേണം എന്ന് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ത്യ മുഴുവൻ ഭയങ്കര അക്രമങ്ങളാണ് അവരഴിച്ചുവിട്ടത്. ആ ദിവസത്തിന് ഒരു പേരും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. അങ്ങനെ ഇന്ത്യ മുഴുവൻ വലിയ അതിക്രമങ്ങൾ അവർ ചെയ്തു കൂട്ടി. അവസാനം ഇതൊക്കെ നടക്കുന്നത് 47 മുമ്പാണ്. അവസാനം ഇന്ത്യ വിഭജിക്കാൻ തന്നെ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ വിഭജിക്കപ്പെട്ടതാണ് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും, ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും. ഈ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ സ്വന്തം രാജ്യത്തിലേക്ക് പോകണമെന്ന്, അതായത് മുസ്ലിങ്ങളുടെ രാജ്യത്തിലേക്ക് പോയി അവിടെ താമസിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്ന മുസ്ലിം ജനങ്ങൾ ഒരുപാട് ആളുകൾ സംഘമായിട്ട് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലേക്കോ കിഴക്കൻ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ പശ്ചിമ പാകിസ്ഥാനിലേക്കോ പോകുന്നു. മഹാപ്രവാഹമാണ്. തിരിച്ചതുപോലെ അവിടുന്ന് ഹിന്ദുക്കളായിട്ടുള്ളവർ, ഈ പ്രദേശങ്ങളിൽ പെട്ടുപോയവർ ഹിന്ദുക്കളായിട്ടുള്ളവർ തിരിച്ചും ഇങ്ങോട്ട് പ്രവഹിക്കുകയായിരുന്നു. അങ്ങനെ പരസ്പരം ഈ പ്രവാഹത്തിനിടയിൽ തന്നെ, ഈ പലായനത്തിനിടയിൽ തന്നെ പരസ്പരം ഏറ്റുമുട്ടി ധാരാളം ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചത്. അങ്ങനെ ഈ വിഭജനവും പലായനവും ഒക്കെ കഴിഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന കുറേ മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഒന്നുകിൽ താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ പോകാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പോയില്ല. പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നതാവും ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് അങ്ങ് പാകിസ്ഥാനിൽ വരെ സഞ്ചരിച്ച് എങ്ങനെ പോകും? അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ അവരിവിടെ പെട്ടുപോയി. ഇനി ചിലർ കുറച്ചുകൂടെ ഇപ്പോഴെല്ലാവരും അവകാശപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും അഭിമാനം കൊള്ളുന്ന പോലെ മതേതര ചിന്ത മൂലമായിരിക്കാം കുറേ ആൾക്കാർ അങ്ങോട്ട് പോയില്ല. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല. ഇതുപോലെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മൂലം അവർ പലരും അവിടെ തങ്ങിപ്പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തങ്ങിയ ആൾക്കാർ കാലം കഴിഞ്ഞതോടുകൂടി അവർ പീഡിപ്പിക്കപ്പെട്ടു. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളാൽ അവർ വെറും ചെറിയ ന്യൂനപക്ഷങ്ങളായി അമുസ്ലിങ്ങൾ അവർ പീഡിപ്പിക്കപ്പെട്ടു. ആ പീഡനം സഹിக்க വയ്യാതെ കുറേ ആൾക്കാർ ഇന്ത്യയിലേക്ക് പിന്നീട് ഈ 47 ശേഷം പല കാലങ്ങളിലായിട്ട് ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. ഇപ്പോഴുതന്നെ അവിടെ അവശേഷിക്കുന്നവർ ഏത് രീതിയിലാണ് പാകിസ്ഥാനിലെ സർക്കാരും അതുപോലെ തന്നെ അവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിം വിഭാഗവും കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്ത കാണുന്നതാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന അമുസ്ലിങ്ങളായിട്ടുള്ള കുറേ ആൾക്കാർ അവർ 2014 ഡിസംബർ 31 മുമ്പ് വന്നവരാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുവാൻ, അതായത് കൂട്ടത്തോടുള്ള ഒരു പരിപാടിയാണെന്ന് ഓർക്കണം, അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുവാൻ ഇന്ത്യ സർക്കാർ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CAA എന്ന നിയമം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് ഒരു കാര്യം, അതിനകത്തുള്ള ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഈ പീഡനം മാത്രമല്ല. പീഡനം എന്തുകൊണ്ടുണ്ട്? അവർ ഈ വന്നവർ മതന്യൂനപക്ഷങ്ങൾ അവരാവശ്യപ്പെട്ടിട്ടല്ല വിഭജനം നടന്നത്. അത് ഓർക്കണം, അവരാവശ്യപ്പെട്ടിട്ടല്ല. അപ്പം അവരാവശ്യപ്പെടാത്തൊരു കാര്യം അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് പിന്നെ ഈ ബഹുഭൂരിപക്ഷത്തിൻ്റെ പീഡനവും കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങോട്ട് വരാനും അതുപോലെ തന്നെ ഇവിടുത്തെ പൗരത്വത്തിന് അപേക്ഷിക്കാനും ഒരു ധാർമ്മികമായ അവകാശമുണ്ട്, നിയമപരമായും ഒരു അവകാശം അവർക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റം കൊണ്ടല്ല അവരിങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. അതാണോ ഒരു പ്രധാന പോയിന്റ്? അതാണ്, അവരുടെ കുറ്റം കൊണ്ടല്ല. അവരാവശ്യപ്പെട്ടില്ല. പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ഉള്ള ഹിന്ദുക്കൾ, അത് ഇപ്പം അഭയം തേടി വന്നിട്ടുള്ളവർ, ഇപ്പം പൗരത്വം CIA പ്രകാരം പൗരത്വം ലഭിക്കാൻ അർഹതപ്പെട്ടവർ അവരാവശ്യപ്പെട്ടിട്ടല്ലല്ലോ.
പാകിസ്ഥാനെ വിഭജിച്ച് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രത്യേക രാജ്യം ഉണ്ടാക്കിയത്. അത് മുസ്ലിങ്ങളുടെ ആവശ്യമായിരുന്നു. അപ്പം അവർ ഈ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ അവരോട് ഒരു കാരുണ്യപരമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ എടുക്കണ്ടേ? മനുഷ്യത്വപരമായ ഒരു സമീപനം നമ്മൾ എടുക്കണ്ടേ? അതല്ലേ മനുഷ്യരായിട്ടുള്ളവർ ചെയ്യേണ്ടത്? അതാണ് ഇന്ത്യ സർക്കാർ ചെയ്ത അവർക്ക് കൊടുക്കുക. അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ സിഖുകാരും ജൈനന്മാരും ബുദ്ധന്മാരും പാഴ്സികളും ഒക്കെ ആയിട്ടുള്ള ഈ മതപീഡനം പേടിച്ച് അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവർക്ക് പൗരത്വം കൊടുക്കുക. ആ തീരുമാനമാണ് CIA അനുസരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് അങ്ങനെ വന്നപ്പോഴത്തേക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് ഒരാവശ്യം വരും. മുസ്ലിങ്ങളെ എന്തുകൊണ്ട് ഒഴിവാക്കി? അതാണ് ചോദ്യം. മുസ്ലിങ്ങൾക്ക് എന്തിനു കൊടുക്കണം? ഈ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ യോഗ്യത, അതായത് അവരുടെ ആവശ്യമില്ലാതെ, അവരുടെ അപേക്ഷയില്ലാതെ, അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു വിഭജനം നടക്കുകയും വിഭജനത്തിൽ അവിടെ പെട്ടുപോവുകയും പിന്നീട് ഭൂരിപക്ഷത്തിൻ്റെ പീഡനത്തിനിരയാവുകയും ചെയ്ത ആ ഒരു യോഗ്യത, ആ ഒരു അർഹത അവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ടോ? അവിടുന്ന് വന്ന മുസ്ലിങ്ങൾക്കുണ്ടോ? അതാണ് ചോദ്യം. അവർ സ്വന്തമായിട്ട് ആവശ്യപ്പെട്ട് അങ്ങോട്ട് പോയതാണ്. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണ്? അവർക്കായിട്ട് പ്രത്യേക ഒരു രാജ്യം കൊടുത്താണ്. പിന്നെയും ഇങ്ങോട്ട് വന്ന് ഇവിടെ പൗരത്വം വേണമെന്ന് അവകാശപ്പെടേണ്ട കാര്യം എന്താ? അവർക്ക് അവിടെയാണ് പൗരത്വം കൊടുക്കേണ്ടത്. അവർ പ്രത്യേക ഒരു രാജ്യം വാങ്ങിച്ച് മുസ്ലിങ്ങൾക്കായിട്ട് രാജ്യം വാങ്ങിച്ച് പോയവരാണ്. ഈ പാവങ്ങൾ അമുസ്ലിങ്ങളായിട്ടുള്ളവർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല തങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേക രാജ്യം വേണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ വരാം. അവരോട് നമ്മൾ കാരുണ്യപരമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണം. അവർക്ക് പൗരത്വവും നൽകണം. ഈ മനുഷ്യത്വം ഇവിടെ BJPക്കാർ മാത്രമാണോ കാണിക്കേണ്ടത്? മറ്റെല്ലാ മതേതരരെന്ന് അഭിമാനിക്കുന്ന അങ്ങനെ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരും അതിന് കൂടെ നിൽക്കണ്ടേ? മുസ്ലിങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് ഇത് വേർതിരിവാണ്, വിവേചനമാണ്. മുസ്ലിങ്ങളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കുള്ള യോഗ്യത എന്താണ് ഇങ്ങനെ പരിഗണിക്കപ്പെടാൻ, മറ്റവരോടൊപ്പം പരിഗണിക്കപ്പെടാൻ എന്താണ് മുസ്ലിങ്ങൾക്കുള്ള യോഗ്യത? ആ രാജ്യങ്ങളിൽ വന്ന മുസ്ലിങ്ങൾക്കുള്ള യോഗ്യത എന്താണ്? ഈ തീയതിക്കുള്ളിൽ വന്ന ആരെങ്കിലും മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ ഒരേ ഒരു സെയിം ഫുട്ടിങ് അവരെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അവർക്ക് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അതിനൊരു ന്യായവും ഇല്ലെങ്കിൽ പോലും ആ ന്യായമൊന്നും ആരും നോക്കുന്നില്ല. അവർ കൊടുക്കാൻ അർഹതയുണ്ടോ? ന്യായമാണോ? അവരത് അർഹിക്കുന്നുണ്ടോ? ഇതൊന്നും ആരും ന്യായമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, മതം, ഒരേ മതം. അപ്പം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കും കൊടുക്കണം എന്നുള്ളതാണ് താല്പര്യം. അപ്പം മതം നോക്കിയാണ് അവർ കൊടുക്കണമെന്ന് പറയുന്നത്. മതം നോക്കി രാജ്യം വാങ്ങിച്ചു പോയി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയും മതം നോക്കി ഇത് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ മതം നോക്കി ഇത് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ CAAക്കെതിരായിട്ടുള്ള കേസുകൾ വന്നപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ അഡ്വക്കേറ്റ് വാദിച്ചെന്ന് പറഞ്ഞാൽ ഇത് പൗരത്വം ആർക്കും കൊടുക്കരുത്, കൊടുക്കുന്നത് തടയണം, ഇല്ലെങ്കിൽ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന ആൾക്കാർ, മനുഷ്യത്വം കാണിക്കപ്പെടേണ്ട ആൾക്കാർ, അവരോട് എത്ര നിഷ്ഠൂരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് നോക്കണം. ഇവർക്ക് കൊടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ എവർക്കും കൊടുക്കാൻ പാടില്ല. ഇതല്ലേ അവരുടെ സമീപനം? ഇത്തരം മനുഷ്യത്വരഹിതമായിട്ട് ഒരു നിലപാടെടുക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ, മതം. മുസ്ലിം ലീഗുകാർക്ക് മതം മാത്രമാണ്. അവർക്ക് കപട മതേതരക്കാരായിട്ടുള്ള കപട പുരോഗമനക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ, കോൺഗ്രസും എല്ലാവരും ഉൾപ്പെടെ 237 ഹർജികളാണ് CAAക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഇവിടെ സർക്കാർ മാത്രമല്ല, അവരുടെ യുവജന വിഭാഗങ്ങളും എല്ലാവരും പോയിട്ടുണ്ട്. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. എല്ലാ ഈർക്കിലി സംഘടനകളും കൊണ്ടിന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, മതം. മുസ്ലിമിന് കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. എന്തൊരു മതസ്നേഹമാണെന്ന് നോക്കണം. ഈ മതസ്നേഹം
ഇതിന് ഈ പൗരത്വത്തിന് അർഹതപ്പെട്ട മറ്റ് വിഭാഗങ്ങൾ 6 മതവിഭാഗങ്ങളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഇന്ത്യയിൽ കാണിക്കുന്നുണ്ടോ? ഇവർ കാണിക്കുന്ന ഈ ബഹളം ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? മറ്റു മതവിഭാഗങ്ങൾ ഹിന്ദുക്കളായാലും ബുദ്ധന്മാരായാലും ജൈനന്മാരായാലും ക്രിസ്ത്യാനികളാണെങ്കിലും കാണിക്കുന്നുണ്ടോ? അവർ ഈ CIA വേണമെന്ന് പറഞ്ഞ് ഇവിടെ സമരം ചെയ്യേണ്ടല്ലേ, അവരുടെ മതത്തിൽ ആൾക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് മതസ്നേഹം ഇല്ലേ? മുസ്ലിങ്ങൾ കാണിക്കുന്ന മതസ്നേഹം എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് കാണിക്കുന്നില്ല? ഇവിടെ രാജ്യമല്ല പ്രശ്നം. പാകിസ്ഥാനോട് ഇപ്പോഴവർ കാണിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതാണ്. ഇനി എവരങ്ങോട്ട് പാകിസ്ഥാനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പൗരത്വം കൊടുക്കുമോ? മുസ്ലിം രാജ്യത്ത് എവിടെ പോയാലും ഇവർക്ക് പൗരത്വം കിട്ടും. UAE പോയാൽ കിട്ടുമോ? സൗദി പോയാൽ കിട്ടുമോ? ഒരിടത്തും കിട്ടത്തില്ല. ഇതാണ് സ്ഥിതി. കാരണം എന്ന് പറഞ്ഞാൽ മതം നോക്കിയാണ്, തനി വർഗീയ നിലപാടാണ്. ഒരു ന്യായമില്ലെങ്കിലും മുസ്ലിം ആണെങ്കിൽ അവൻ്റെ ഒപ്പം നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർ ഹിന്ദുവിന് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ആ ഹിന്ദുവിന് വേണ്ടി വാദിക്കാൻ ഹിന്ദുക്കളും ഇല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി വാദിക്കാൻ ക്രിസ്ത്യാനികളും ഇല്ല. അല്ലെങ്കിൽ എതിരായിട്ട് ഈ പെറ്റീഷനുകൾക്കെതിരായിട്ട് ഈ ഹർജികൾക്കെതിരായിട്ട് ഒരു നിലപാട് ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയോ ക്രിസ്ത്യൻ സംഘടനയോ സിഖ് സംഘടനയോ അതുപോലെ തന്നെ മറ്റ് മതസംഘടനകളോ അത് അവരെ അംഗങ്ങളായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘടനക്കാർ ആവശ്യപ്പെടുന്നുണ്ടോ? എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അതായത് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ അതുപോലെ തന്നെ സിഖുകാരുമൊക്കെ ഈ മുസ്ലിം ജനതയുടെ മുസ്ലിം മത അധിനിവേശത്തിൽപ്പെട്ട് നശിച്ചു പോകാനായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അവരിതൊന്നും അറിയുന്നില്ല. ഇതിൻ്റെ ഷണ്ണത്വം ബാധിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കണ്ണ് തുറന്നൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത് ഈ അന്യായത്തെ എതിർക്കണ്ടേ? എന്നെ ഞെട്ടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എന്തൊരു ആവേശത്തോടുകൂടിയോ കൊടുക്കാൻ പറ്റില്ല, കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 10 ഹിന്ദുക്കൾക്കോ 5 ക്രിസ്ത്യാനികൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല, കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൊടുക്കരുത്, ഞങ്ങൾക്കൂടെ തന്നിരിക്കണം. നിങ്ങൾക്ക് എന്താ അർഹതയാവും? അപ്പോൾ അതൊന്നും നോക്കണ്ട, ഞങ്ങളും മതം നോക്കിയാണ് ഇതെല്ലാം വാദിക്കുന്നത്. ഈ ഗതികേട് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണം, ഇതിനെതിരെ കേസ് കൊടുക്കണം. ഈ കേസുകളിൽ ഇംപ്ലീഡ് ചെയ്ത് അതിന് സുപ്രീം കോടതിയിൽ പോയി ആ ഹർജികളിൽ എതിർകക്ഷിയായിട്ട് ജോയിൻ ചെയ്യണം. നന്ദി, നമസ്കാരം.